ഇറാൻ ഒരു ധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ US വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒടുക്കത്തെ മുന്നറിയിപ്പ്. ഫോക്സ് ന്യൂസിന് ഇന്നലെ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് അടുത്തയാഴ്ച മുതൽ ഇറാന്റെ അവസ്ഥ പരമദയനീയമായിരിക്കും എന്നാണ്. കാരണം അടുത്തയാഴ്ച അമേരിക്ക ഇറാന്റെ ഊർജ പ്ലാന്റുകളെയും പാലങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും അങ്ങനെ സർവ്വതിനെയും ലക്ഷ്യം വെച്ച് അതിരൂക്ഷമായ ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തും എന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോൾ ഇറാനും അടങ്ങിയിരിക്കുമെന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല. ഇതിന് തത്തുല്യമായ രീതിയിൽ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയാൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറികൾ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം അതിതീവ്രമായിരിക്കുമെന്ന് ആദ്യമേ പറയുകയാണ്. ഇറാനെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട്, ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പഞ്ചപുച്ഛമടക്കി ഇറാനെ നിങ്ങൾ കരാറിൽ ഒപ്പിടൂ എന്ന് പറയുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്. ഇറാനെ ഗൺ പോയിന്റിൽ നിർത്താൻ ട്രംപ് ശ്രമിക്കുമ്പോൾ തിരിച്ച് ട്രംപിനെ ഗൺ പോയിന്റിൽ നിർത്തി വിറപ്പിക്കുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ട്രംപ് ഏതൊക്കെ രീതിയിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുവോ, ആക്രമണങ്ങൾ നടത്തുന്നുവോ, അതിനേക്കാൾ ശക്തമായി തന്നെ ഇറാൻ തിരിച്ചടിക്കുന്ന പ്രവണത ഇപ്പോഴും തുടരുകയാണ്. ഈ യുദ്ധത്തിലെല്ലാം ട്രംപ് കാണുന്ന വ്യവസായ താല്പര്യങ്ങൾ അടക്കം ട്രംപിന്റെ മുഴുവൻ തന്ത്രങ്ങളുടെയും അടിവേര് മാന്തുക എന്ന സ്ട്രാറ്റജിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം. അതിന് വെറും ഒരാഴ്ച മാത്രമാണ് ട്രംപ് നൽകിയിരിക്കുന്ന സമയം. നമുക്കറിയാം, ട്രംപ് ഇതല്ല ഇതിനപ്പുറം പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ഇത്തവണ ട്രംപ് ഇത് പറയുമ്പോൾ ഈ സാഹചര്യം അതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അതിശക്തമായ തീവ്രമായ ആക്രമണങ്ങൾ, ഗുരുതരമായ സ്വഭാവത്തിലുള്ള വെല്ലുവിളികൾ, അത്രയും ശക്തമായ ഈ യുദ്ധമുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആയുധങ്ങളൊക്കെ വിന്യസിച്ചുകൊണ്ട് ഈ യുദ്ധം അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് ട്രംപ് ഇറാനെ വീണ്ടും വെല്ലുവിളിക്കാനും മുന്നറിയിപ്പ് നൽകാനും രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എന്ന് മാത്രമല്ല, ഇത്രയും നാൾ സൈനിക കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ ഇനി ജനവാസ മേഖലയും ആണവ കേന്ദ്രങ്ങളും അടക്കം ഉൾപ്പെടുന്ന ഇറാന്റെ സകല മേഖലകളിലേക്കും ആക്രമണം നടക്കും എന്നാണ് പറയുന്നത്. അതായത് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, കുടിവെള്ളം ഇതെല്ലാം തകർക്കുന്ന വിധത്തിൽ, ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സകലതും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. അടുത്ത ഒരാഴ്ച കഠിനമായ ആക്രമണത്തിന് തയ്യാറെടുത്തുകൊള്ളുക എന്ന് കൃത്യമായി തന്നെ ട്രംപ് പറയുന്നു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇറാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഹോർമുസ് തുറക്കുക എന്നത് മാത്രമാണ്. അത് തുറക്കുക മാത്രമാണ് ഒരേയൊരു പോം വഴി എന്നുള്ളതാണ് ട്രംപ് മുന്നിട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അമേരിക്ക ഇപ്പോൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ്. യുദ്ധം ഇറാനിയൻ ഗവൺമെന്റിനോടാണോ, IRGC-യോടാണോ, അതോ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളോടാണോ, അതോ ഇറാന്റെ ജനങ്ങളോടാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇസ്രായേലിലെ ജൂതന്മാർക്ക് ഉറങ്ങാൻ വേണ്ടിയാണ്, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധമെന്നാണ് നെതന്യാഹുവും കൂട്ടരും ഈ അടുത്ത കാലം വരെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നെതന്യാഹു ഈ യുദ്ധത്തിലേക്ക് ശ്രദ്ധിക്കുന്നതേയില്ല. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സ്വന്തം തടി കേടാകാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നെതന്യാഹു. ഇന്നലെ ഹാരറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് വർഷത്തേക്ക് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമുള്ള സുരക്ഷ കൂട്ടാൻ വേണ്ടി, അതായത് പ്രധാനമന്ത്രി പദം തെറിച്ചാൽ പോലും തങ്ങൾക്ക് ഇതുവരെ കിട്ടിയതുപോലുള്ള കടുത്ത സുരക്ഷ 5 വർഷക്കാലത്തേക്ക് നൽകണമെന്ന അഭ്യർത്ഥനയുമായി നെതന്യാഹു പരക്കം പായുകയാണ്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് തൻ്റെ ജീവനും തൻ്റെ കുടുംബത്തിൻ്റെ ജീവനും അപകടമുണ്ടാകുന്ന വിധത്തിൽ പോലും ആക്രമണങ്ങൾ നടന്നേക്കാമെന്ന ഭയം നെതന്യാഹുവിനെ ഗ്രസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം എന്ന വാദം ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. അമേരിക്കയും അത് അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഹോർമുസ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തലത്തിലേക്ക് ഈ യുദ്ധം മാറിയിരിക്കുന്നു. ഇനി നോക്കുക, കരയുദ്ധത്തിലേക്ക് ഈ യുദ്ധം പ്രവേശിക്കുകയാണെങ്കിൽ, ട്രംപ് രണ്ടും കൽപ്പിച്ച് കരസേനയെ അഴിച്ചു വിടുകയാണെങ്കിൽ, ഈ പാലങ്ങളും റോഡുകളും ഒക്കെ തകർന്നു കിടക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് ഇറാൻ സൈന്യത്തെ അതിജീവിക്കുന്നതിന് ഒരു ഗുണകരമായ സാഹചര്യമാകാം. ചരക്കുകളും സൈന്യത്തിന്റെ മൂവ്മെന്റുകളും ട്രക്കുകളും അവരെ സഹായിക്കുന്ന മറ്റായുധങ്ങളും അവശ്യ വസ്തുക്കളും എല്ലാം തന്നെ സൈനിക ആവശ്യത്തിന് വേണ്ടി മൂവ് ചെയ്യാൻ
സാധിക്കാത്ത സാഹചര്യം വരും. അങ്ങനെ കരയുദ്ധത്തിന് വേണ്ടിയുള്ള കളമൊരുക്കലാണോ ട്രംപ് നടത്തുന്നത് എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് ഇപ്പോൾ ആകാശ യുദ്ധം മാത്രമാണ് നടക്കുന്നത്. അത് ഏകപക്ഷീയമായി അമേരിക്ക ഇറാന്റെ മേലേക്ക് ബോംബുകൾ വർഷിക്കുന്നു, മിസൈലുകൾ വർഷിക്കുന്നു. ഇറാൻ ആണെങ്കിൽ തിരിച്ച് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ, കരയുദ്ധം എന്ന് പറയുന്നത് ഇതുവരെ നടന്നിട്ടില്ല. ഒരു പക്ഷേ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും തകർത്ത് ഇറാന്റെ ജനജീവിതം ദുസ്സഹമാക്കി അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നതിനുള്ള സംവിധാനങ്ങൾ, നദികൾ മുറിച്ചു കടക്കുന്നതിനുള്ള പാലങ്ങൾ തകർക്കൽ, ഇതെല്ലാം നേരത്തെ തന്നെ ചെയ്യുന്നത് ഒരു കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലാണോ എന്ന സംശയം പല നിരീക്ഷകരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ കരയുദ്ധത്തിന് ഇറങ്ങിയാൽ ആത്യന്തികമായി നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇറാന്റെ സൈനിക ശേഷി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് മാത്രമല്ല, ഇറാൻ ജനത വലിയ തോതിൽ യുദ്ധം, അമേരിക്കയോട് പകവീട്ടാൻ വേണ്ടി സൈന്യത്തോടൊപ്പം യുദ്ധത്തിന് ഇറങ്ങാമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇറാന്റെ സൈന്യം എന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അവിടുത്തെ ജനങ്ങൾ കൂടി ചേർത്തൊരു വലിയ സൈന്യമായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കരയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അപ്പോഴും ട്രംപിന് വല്ലാതെ വിറളി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം ട്രംപിനെ സംബന്ധിച്ച് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിനിടെ അമേരിക്കയ്ക്കെതിരെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, ഇസ്രായേൽ ഇന്റലിജൻസ് ട്രംപിനെ വധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട്, ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിട്ടത്, അതുപോലെ മുജ്തബ ഖാംനെയി ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിന് ശേഷം അമേരിക്കയെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഈ രക്തസാക്ഷിത്വങ്ങൾക്ക് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞത്. അതായത് ട്രംപ് ഇത്ര കിടന്ന് അലറിയിട്ടും ഇത്ര ആക്രമണങ്ങൾ നടത്തിയിട്ടും വെല്ലുവിളികൾ നടത്തിയിട്ടും തള്ളിമറിച്ചിട്ടും ഒരാളും ട്രംപിനെ പേടിക്കുന്നില്ലെന്ന് മാത്രമല്ല, ട്രംപിനെ പോലും തീർക്കുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിൻ്റെ ഗർവിന് വലിയ തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരും. ആ ദേഷ്യം കൂടിയാണ് ട്രംപ് ഇപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ, ഇത്തരം യുദ്ധ നീക്കങ്ങളിലൂടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കുക. ഹോർമുസ് കടലെടുക്ക് പിടിച്ചെടുക്കുക എന്ന അമേരിക്കയുടെ ആത്യന്തികമായ ആവശ്യം, അവിടുത്തെ എണ്ണ കയറ്റുമതി ഇറക്കുമതിക്കിൽ നിന്നൊക്കെ നേട്ടമുണ്ടാക്കുക എന്ന ട്രംപിൻ്റെ ആവശ്യം, അതിന് വിഘാതമായി നിൽക്കുന്നത് ഇപ്പോഴും ഇറാന്റെ പോരാട്ട വീര്യം തന്നെയാണ്. അതായത് ഇറാനെ എങ്ങനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാന്റെ ക്രിപ്റ്റോ കറൻസികൾ അമേരിക്ക നിരോധിക്കുന്നു, വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നു. അമേരിക്കൻ ട്രഷറി ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ, വ്യവസായികൾ എന്നിവർക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുന്നു, അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇറാന് സാമ്പത്തികമായി കിട്ടാൻ പോകുന്ന പിന്തുണയൊന്നും ഇനി കിട്ടില്ല എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ അമേരിക്ക വലിയ തോതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടും അതിനെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിൽ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് ഇറാൻ. ഇപ്പോൾ ഇറാന്റെ എണ്ണയുടെ സിംഹഭാഗവും വാങ്ങുന്നത് ചൈനയാണ്. ഇപ്പൊ ചൈനയിലേക്ക് കണ്ടെയ്നർ വഴി ഈ ഹോർമുസ് കടലെടുക്ക് അടക്കം കടന്നുകൊണ്ട് എണ്ണ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ലാഭകരമായ പദ്ധതി. പക്ഷേ ഹോർമുസിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അത് ട്രെയിൻ മാർഗം കസാക്കിസ്ഥാനിലൂടെ, തുർക്ക്മെനിസ്ഥാനിലൂടെ ചൈനയിലേക്ക് എത്താനുള്ള ഒരു പാത ഇറാനിൽ നിന്ന്, ടെഹ്റാനിൽ നിന്നുണ്ട്. ആ പാതയും അമേരിക്ക ഇതിനിടെ തകർത്തിരുന്നു. അതായത് എണ്ണ ഗതാഗതം ഒരു തരത്തിലും ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, ചൈന അത് വാങ്ങരുത്. ചൈനയ്ക്ക് എണ്ണ കിട്ടാതെ വരുമ്പോൾ വെനസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങണം, അതിന് ട്രംപുമായി കരാർ ഒപ്പിടണം. അങ്ങനെ ഈ ലോകത്തെ എണ്ണ വ്യാപാരം പൂർണ്ണമായി തൻ്റെ കാൽ കീഴിൽ എത്തിക്കുക, ഇറാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രങ്ങളിൽ നിന്ന് വിൽപ്പന ഉണ്ടാകാതിരിക്കുക, അതിന് ഈ യുദ്ധം കത്തിച്ചു നിർത്തുക, അതുപോലെ തന്നെ ഹോർമുസിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. അങ്ങനെ പല തരത്തിൽ എണ്ണ വിൽക്കണമെങ്കിൽ ട്രംപിനെ കാണണം, അല്ലെങ്കിൽ എണ്ണ വാങ്ങണമെങ്കിൽ ട്രംപ് വിചാരിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നിർണായകമായൊരു കുതന്ത്രമാണ് ട്രംപ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക തീവ്രമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കയെ ഫാദർലാൻഡായി കാണുന്ന, അമേരിക്കയെ അന്ധമായി പിന്തുണയ്ക്കുന്ന, ട്രംപിനെ ദൈവമായി ആരാധിക്കുന്ന പലരും പറഞ്ഞിരുന്ന ഒരു വരട്ട് ന്യായം എന്ന് പറയുന്നത് ട്രംപ് ഈ യുദ്ധം ചെയ്യുന്നത് ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇറാനിലെ ഇസ്ലാമിക് ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങൾ അടിമകളായി കഴിയുകയാണ്. ആ ജനങ്ങളെ മോചിപ്പിക്കുക എന്ന മഹത്തായ ധർമ്മമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയാണ് ട്രംപ് കാണിച്ചു കൊടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇറാനിലേക്ക് നടന്ന ആക്രമണം,
പിഞ്ചു കുട്ടികളെ ബോംബിട്ട് കൊന്ന ആ ക്രൂരകൃത്യത്തെ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരമായി അല്ലെങ്കിൽ ഇറാനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പണിയായി വാഴ്ത്തിയവരൊക്കെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ട്രംപിന് ഇപ്പോൾ ഇറാന്റെ സ്വാതന്ത്ര്യമില്ല, ഇറാന്റെ ഭരണമാറ്റമില്ല, ഇറാന്റെ ആണവശേഷിയില്ല. എന്തിന് ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച് പോലും ട്രംപ് ബോധേഡല്ല. ഇസ്രായേലിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ട്രംപിന് വേണ്ടത് ഹോർമുസ് ആണ്. ഇതായിരുന്നു തുടക്കം മുതൽ ട്രംപിന്റെ ഗൂഢലക്ഷ്യം. അതിനു വേണ്ടിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും നമ്മളെ എല്ലാവരെയും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ യുദ്ധവുമായി അങ്ങേര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. യുദ്ധത്തിനിടയിലേക്ക്, ഇന്റർനാഷണൽ റിലേഷൻസിനിടയിലേക്ക്, ട്രംപിന്റെ ബിസിനസ് തന്ത്രങ്ങൾക്കിടയിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പിന്റെ വിഷയം പറയുമ്പോൾ അതിനിടയിലേക്ക് മതം കുത്തിക്കയറ്റിയിട്ട് ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടമാണ് ഇതിനെല്ലാം കാരണമെന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്നവർ മണ്ടന്മാരാണ് എന്നും മനസ്സിലാക്കിക്കൊള്ളുക. എന്തായാലും ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത് ഇറാനെ പരമാവധി ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി എങ്ങനെയെങ്കിലും ഹോർമൂസ് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഹോർമൂസിൽ തങ്ങളുടെ കൂടി ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നു തന്നെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ചെലവാകാൻ പോകുന്നില്ല, വിലപ്പോകുന്നില്ല എന്നു തന്നെയാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ ഇറാൻ പറയുന്നത് എന്തു തന്നെയായാലും ഈ യുദ്ധം വിജയിക്കുന്നത് വരെ ഒരു കാരണവശാലും യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കില്ല, വിജയം വരെയും യുദ്ധം ചെയ്യും അല്ലെങ്കിൽ മരിക്കും എന്ന നിർണായകമായ നിലപാടിലേക്ക് ഇറാൻ വരുന്നു. അവിടെ ഒരു കരാറിനെ കുറിച്ച് ഇറാൻ പറയുന്നില്ല, വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുന്നില്ല, ഒരു നിർദ്ദേശവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. മുമ്പ് ഫെബ്രുവരി 28 ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഒരു കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാൻ അത് കേട്ടിരുന്നു, ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇറാന്റെ പ്രതിനിധികൾ അതിന് പോയിരുന്നു. എന്ന് മാത്രമല്ല, തങ്ങൾ ഈ യുദ്ധം നിർത്തണമെങ്കിൽ ഇന്നിന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നെങ്കിലും കേവലം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഉന്നയിക്കുന്നില്ല, ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറില്ല. ഒരൊറ്റ മറുപടി മാത്രമാണ് ഇറാൻ പറയുന്നത്: ശക്തമായ പ്രതികാരം, ശക്തമായ പ്രതികാരം, വലിയ തോതിൽ തിരിച്ചടി. അമേരിക്കയ്ക്കുമേൽ വിജയം സ്ഥാപിക്കുന്നതുവരെ, വിജയം നേടുന്നതുവരെ അനിശ്ചിതമായ യുദ്ധമെന്നാണ് ഇറാൻ പറയുന്നത്. അത് വലിയ അപകടകരമായ യുദ്ധ സാഹചര്യം ഉടലെടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ വേണം വിലയിരുത്താൻ.